എൻ്റെ പേര് ഗീത, വടക്കാഞ്ചേരിയിൽ നിന്ന് വരുന്നു. ഞാനത് 3ാമത്തെ ധ്യാനമാണ് കൂടുന്നത്. ഈ ധ്യാനം ആദ്യമായിട്ട് ഞാൻ ഒരറിവുമില്ലാതെ ഈ ധ്യാനത്തെക്കുറിച്ച് ഒന്നും എനിക്കറിയാതെ എല്ലാ വർഷവും ഒരു ധ്യാനം കൂടാറുണ്ട്. അതിൻ്റെ പേരിൽ എന്നെ എൻ്റെ ഫ്രണ്ട് ലിസി ചേച്ചിയാണ് എന്നെ ഇവിടെ ധ്യാനത്തിന് വിട്ടത്. ആദ്യത്തെ ധ്യാനം തന്നെ എനിക്ക് നല്ല അനുഭവമായിരുന്നു. അത് കുറച്ച് പേർക്കൊക്കെ അറിയാം. കഴിഞ്ഞ മാസം ഞാൻ ധ്യാനത്തിന് വന്നു, മാർച്ചിൽ. അന്ന് ഞാൻ ഇവിടെ നിന്ന് ഒന്നും മിണ്ടാതെ പോയി. കാരണം എനിക്ക് ഒന്നും പറയാൻ പറ്റാത്ത രീതിയിലുള്ള വലിയ വെളിപ്പെടുത്തലുകളാണ് എനിക്ക് കിട്ടിയത്. ഈ സ്റ്റേജിൽ ഈ സ്റ്റേജിലല്ല, അപ്പുറത്തെ ഹാളിലാണ് നമ്മൾ ധ്യാനിച്ചത്. ആ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ആദ്യത്തെ ദിവസം ഞാൻ കാണുകയാണ് ഒരു മദർ തെരേസയാണെന്നാണ് ഞാൻ ആദ്യം ചിന്തിച്ചത്. പിന്നീടാണ് ബ്രദർ ആ കുഞ്ഞുമാതാവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ആ മാതാവായിരുന്നു അത്. ഒരു ചെറിയ മാതാവ് വന്ന് ധ്യാനം സ്റ്റാർട്ട് ചെയ്യുമ്പം തന്നെ അൾത്താരയുടെ ആ കുരിശിൻ്റെ രൂപമുണ്ട് അവിടെ. ആ കുരിശ് രൂപത്തിൻ്റെ താഴെ കൂടെ ഇറങ്ങി വന്ന് ആ ഹോളിലൂടെ ഇങ്ങനെ നടക്കാൻ തുടങ്ങി. ഇങ്ങനെ റൗണ്ട് അടിച്ച് നടക്കാൻ തുടങ്ങിയപ്പോൾ അമ്മ നടക്കും തോറും, ഈ വ്യക്തി നടക്കും തോറും വലിയ ഇത്രയും വണ്ണത്തിലുള്ള കറുത്ത പുക ഈ വ്യക്തിയുടെ മുന്നിലൂടെ ഇങ്ങനെ പോകാൻ തുടങ്ങി. അത് ഒരു വശത്ത് ഡോറിൻ്റെ അവിടെ ചെന്നപ്പോഴത്തേന് അതങ്ങ് പോയി. വീണ്ടും അമ്മ ഇങ്ങോട്ട് നടന്നു വന്ന് തിരിച്ചങ്ങോട്ട് നടക്കാൻ തുടങ്ങിയപ്പോൾ ആ പുക അങ്ങ് പോയി. ആ പുക അങ്ങ് പോയി കഴിഞ്ഞപ്പം അമ്മ ഒരു വയലറ്റ് കളറ് തുണി എടുത്തുകൊണ്ട് വന്ന് നമ്മൾ ഈ കല്യാണത്തിനൊക്കെ പന്തലിന് സൈഡിൽ കൂടെ കെട്ടുന്നത് പോലെ ഒരു തുണി ഇങ്ങനെ വലിച്ച് കെട്ടാൻ തുടങ്ങി. ആ കെട്ടിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് ഈ ടീം അംഗങ്ങളും ഈ ധ്യാനിക്കാനിരിക്കുന്നവരൊക്കെ. പക്ഷെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ചിലർ ചാടിപ്പോകുന്നുണ്ട്. ചാടിപ്പോകുന്നവർ ഈ വലയ്ക്ക്, ഈ തുണിക്ക് അകത്തിരിക്കുന്നവരൊക്കെ നല്ല വെളിച്ചത്തിലാണ് ഇരിക്കുന്നത്. പക്ഷെ ഇതിന്ന് പുറത്തു പോയി വരുമ്പോൾ അവരുടെ കൂടെ ഒരു ഇരുട്ട് ഇതിനകത്തേക്ക് കയറി വരുന്നു. അങ്ങനെ ആദ്യത്തെ ദിവസം ഞാനത് കണ്ടു. ഞാൻ ഇതെന്താ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു. അപ്പൊ പരിശുദ്ധ അമ്മ പറഞ്ഞു, എൻ്റെ സംരക്ഷണ വലയത്തിലാണ് ഈ ധ്യാനവും ഈ ധ്യാനത്തിലേക്ക് വരുന്നവരും. എൻ്റെ ഈ വലയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഇനി ആർക്കും പുറത്തു പോകാൻ പറ്റില്ല, നീ പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞു. 2ാമത്തെ ദിവസം ബ്രദറ്, നമുക്ക് അറിയാം ഇന്ന് രാവിലെ നടന്ന ശുശ്രൂഷ വചനത്തിൻ്റെ ഡെലിവറൻസ്. ആ വചനത്തിൻ്റെ ഡെലിവറൻസിനായിട്ട് ബ്രദർ സ്റ്റേജിലേക്ക് കയറി വരുന്ന സമയത്ത് ഞാൻ കാണുന്നത് ഈ സാരി മാതാവ് ഉണ്ണീനെയും കൊണ്ട് ബ്രദറിന്റെ കൂടെ അങ്ങ് വന്ന് നിൽക്കുക. അപ്പൊ എനിക്കൊരു അസൂയ പോലെ എൻ്റെ മനസ്സിൽ തോന്നി, ഇത്രയും ചേർന്ന് നിൽക്കുന്നത് പുള്ളി വലിയ കൃപയുള്ള ആളായതുകൊണ്ടല്ലേ ഞങ്ങളുടെ കൂടെ നിൽക്കണില്ലല്ലോ എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേനും ഈ മാതാവ് ആ ഉണ്ണീനെ ആ ടേബിളിൽ വെച്ചിട്ട് ഈ സ്റ്റെപ്പിന്റെ താഴേക്ക് ഇറങ്ങി വന്ന് നിന്ന് കൈത്തണ്ട ഇങ്ങനെ കാണിച്ചു. കൈത്തണ്ട ഇങ്ങനെ കാണിച്ചപ്പം 4 ജപമാല അമ്മയുടെ കൈത്തണ്ടയിൽ കിടക്കുക. അപ്പൊ ഞാൻ ചിന്തിച്ചത് എന്താ 4 ജപമാല ആർക്കുള്ളതാ? അപ്പൊ ഞാൻ ചിന്തിച്ചു ബ്രദറിന്, ഭാര്യയ്ക്ക്, അമ്മയ്ക്ക്, ഇങ്ങനെ ഞാൻ അവരുടെ ഫാമിലിക്ക് വേണ്ടി ചിന്തിച്ചു. പക്ഷെ അതാവ് ഇത് കണ്ടിട്ട് എൻ്റെ മുഖത്ത് ഇങ്ങനെയൊന്ന് നോക്കി തല കുലുക്കിയിട്ട് എന്നോട് പറഞ്ഞു, ഇപ്പൊ കാണിച്ചു തരാന്ന് പറഞ്ഞു. അങ്ങനെ ഈ ആദ്യം ഒരു ജപമാല എടുത്ത് എന്നെ ഇങ്ങനെ കാണിച്ചു തന്നിട്ട് പറഞ്ഞു, ഇത് നമ്മളുടെ 53 മണി ജപമാല, ഇത് ഞാൻ ഇവനെ ധരിപ്പിക്കുക. അങ്ങനെ ആ ജപമാല അമ്മ കഴുത്തിലിട്ട് കൊടുത്തു. 2ാമതൊരു ജപമാല എടുത്തു. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത് എന്നതാ? അപ്പൊ എന്നോട് പറഞ്ഞു, ഇത് കരുണയുടെ ജപമാലയാ, ഇതും എൻ്റെ കുഞ്ഞിനെ ഞാൻ ധരിപ്പിക്കുക. 3ാമതൊരു ജപമാല കാണിച്ചു. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് തിരുഹൃദയ കൊന്തയാ, ഇത് എൻ്റെ കുഞ്ഞിനെ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ഞാൻ പ്രതീക്ഷിക്കുക. പിന്നെ ഒരു ജപമാല എടുത്ത് കാണിച്ചു, ഇത് തിരുരക്ത കണ്ണുനീരിന്റെ കൊന്തയാ. അപ്പൊ ഞാൻ ചിന്തിച്ചു, എൻ്റെ മാതാവേ, ഈ 4 ജപമാല ഈ പുള്ളിയുടെ കഴുത്തിലങ്ങ് ഇട്ടുകൊടുത്തപ്പം പുള്ളി ഇങ്ങനെ വണ്ണം വെച്ച് വന്നുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് കുറച്ചും കൂടി കഴിഞ്ഞപ്പോഴത്തേനും ബ്രദർ ഇങ്ങനെ വചനം പറഞ്ഞ് സ്തുതിക്കാൻ തുടങ്ങുമ്പോഴത്തേനും എത്രമാത്രം ഉയരമുണ്ടെന്ന് എനിക്കറിയാൻ പറ്റില്ല. അത്രമാത്രം ഉയരത്തിൽ നിന്ന് ഇത്രയും വണ്ണത്തില് ഒരു സ്വർണ്ണ കുരിശുരൂപം ആ അൾത്താരയിൽ അങ്ങ് വന്നു നിന്നു. അതിന്റെ പിറകിലാണ് ഈ ബ്രദർ നിൽക്കുന്നത്. ഈ കുരിശുരൂപം ഇങ്ങനെ വെട്ടി തിളങ്ങുക. അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കാണുവാണ്, അതിന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും ആ അൾത്താരയില് വലിയൊരു സ്വർണ്ണക്കസാര വന്നിരുന്നു. വലിയ സിംഹാസനം പോലുള്ള ഒരു ചെയർ വന്നിരുന്നു. ആ ചെയറിനകത്ത് രാജാതിരാജനായ ഈശോ വലിയ സ്വർണ്ണ കിരീടം വെച്ച് 2 കൈയും കെട്ടി പുള്ളി ഈ ശുശ്രൂഷ മുഴുവനും അവിടെ ഇരുന്ന് ആസ്വദിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഈ പുള്ളി പറയുന്ന ഓരോ വചനങ്ങളും തീക്കട്ട പോലെ ഓരോ വ്യക്തിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. ചിലരുടെ അടുത്ത് ചെന്നിട്ട് അത് തിരിച്ചു വരുന്നുണ്ട്. തിരിച്ചു വരുന്നതെല്ലാം ഈശോ
ഒരു ഗോള് പിടിക്കുന്നത് പോലെ ഈ കസേരയിൽ ഇരുന്നുകൊണ്ട് കർത്താവ് ആ വചനം സ്വീകരിക്കുന്നുണ്ട്. അത് ഞാൻ ചോദിച്ചു, ഇത് എന്നതാ കർത്താവേ? അപ്പൊ ഈശോ പറയാണ്, വചനം സ്വീകരിക്കാൻ അടയ്ക്കപ്പെട്ട ഹൃദയങ്ങളുണ്ട്, അവർക്ക് ഈ വചനം സ്വീകരിക്കാൻ ഇപ്പോഴും പറ്റിയിട്ടില്ല എന്നോ. ആ ഒരു ധ്യാനം വലിയ അനുഭവമായിരുന്നു. അവിടെ വെച്ച് പിന്നീട് സമൂഹത്തിൽ ഈ ഗ്രൂപ്പിന് നടന്ന കുറേ കാര്യം കാണിച്ചു തന്നു. അതിൽ 3 കാര്യം ഞാൻ പറയാം. ഒന്ന്, ഞാനിങ്ങനെ ഇത്രയും ഇതെല്ലാം കടന്നു കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്ന ഇടയിൽ ഞാൻ ഇടയ്ക്ക് വീണ് കിടക്കുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ ഇതൊക്കെ കാണണേ. അപ്പൊ ഞാൻ കാണുകയാണ്, ഒരു വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് ഈശോയുടെ 2 കൈയും കൊണ്ടുവന്ന് ആ ആളുടെ ഹാർട്ട് ഇങ്ങെടുത്തു. എന്നിട്ട് ആൾക്കാരിൽ ഇരിക്കുന്ന മേശയിൽ അങ്ങ് കൊണ്ടുവന്ന് വെച്ചു. അപ്പൊ നോക്കിയപ്പം അതിനകത്തൊക്കെ ഇങ്ങനെ വിണ്ട് കീറി കുറെ ദ്വാരങ്ങളൊക്കെ. ഈശോ കുറച്ച് വെള്ളം എടുത്ത് അതെല്ലാം കഴുകി ഒരു തരം വൈറ്റ് തുണി കൊണ്ട് അതൊക്കെ ഒപ്പിയെടുത്ത് ആ കൈ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ തുടച്ച് നിന്നപ്പോ ആ മുറിവൊക്കെ ഉണങ്ങി. എന്നിട്ട് ആ പുള്ളിയുടെ ഹാർട്ടിലേക്ക് ശരീരത്തിലേക്ക് വെച്ചു കൊടുത്തു. എന്നിട്ട് ഈശോ പറയാണ്, ഞാനൊരു ഹാർട്ട് രോഗിയെ ഇപ്പൊ സുഖപ്പെടുത്തിയതാന്ന്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ കാണുക ഒരു ഒഴുകുന്ന വെള്ളം, ആ വെള്ളം ഒരു കനാല് പോലെ, അതിനകത്ത് ശരീരം മുഴുവൻ ഇങ്ങനെ ചൊറിഞ്ഞ് വിണ്ട് കീറിയ ഒരു വ്യക്തി, കാലും ശരീരം ഒക്കെ. ആ ആളേനെ ഈശോ ഇങ്ങനെ എടുത്തോണ്ട് വന്ന് എന്താ പറയാ, ഈ വെള്ളം ഒഴുകുന്ന കനാലിന്റെ തിട്ടുമേൽ ഇരുത്തിയിട്ട് ഈശോ ഈ വെള്ളം ഇങ്ങനെ കോരി ഒഴിച്ച് ആ വ്യക്തിയുടെ ശരീരത്തിൽ ഈ വെള്ളം ഒഴിക്കും തോറും അതൊക്കെ ചെതമ്പൽ പോലെ പോയി ശരീരം സാധാരണ സ്കിന്നായി, റോസ് നിറമുള്ള കാലും കൈയും ശരീരമൊക്കെ ആയി. അപ്പൊ ആ വ്യക്തിയുടെ ശരീരത്തിന്റെ ആ രോഗം വിട്ടുപോയി. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത് എന്നതാ ഈശോയെ? അപ്പൊ ഈശോ പറഞ്ഞു, സോറിയാസിസ് ഉള്ള ഒരാളെനെ ഞാൻ സുഖപ്പെടുത്തുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോ ഞാൻ കാണുകയാണ് കുറെ പല്ലുണ്ടാക്കി വെക്കുന്ന, കുറെ പല്ലും ഒരു ഡെന്റൽ ക്ലിനിക്കും. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതെന്താ പല്ലുകള്? അപ്പൊ ഈശോ പറയാണ്, ഒരാള് ഡെന്റൽ ക്ലിനിക്ക് തുടങ്ങാനായിട്ട് ആഗ്രഹിച്ച് അതിന്റെ കുറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്, അതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഞാനിപ്പോ എടുത്തു മാറ്റുക. ഇങ്ങനെ സമൂഹത്തിൽ നടക്കുന്ന, അതായത് നമ്മുടെ ഈ ഗ്രൂപ്പിൽ നടക്കുന്നതും ഒപ്പം ഇവിടെ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഈ ശുശ്രൂഷകരായ ഇവരെയൊക്കെ, അതായത് പ്രത്യേകിച്ച് എനിക്ക് പറയാൻ പറ്റാതിരിക്കാൻ പറ്റില്ല, ചാൾസ് ബ്രദറിന്റെ തലയിൽ ഒരു വെള്ള കിരീടം, അതായത് ഒരു വെള്ളി കൊണ്ടുള്ള ഒരു കിരീടം ഈ വ്യക്തിയുടെ തലയിലങ്ങ് വെച്ചപ്പോ, അല്ലേലേ പുള്ളി കുറെ ഹൈറ്റാ, അതിൽ കൂടെ ഈ കിരീടം കൂടി വെച്ചപ്പം പുള്ളി വല്ലൊരു ആചാരമുഖം, അതെന്ന് വെച്ചാൽ നമ്മളെ ഗബ്രിയേൽ മാലാഖയെ കാണുന്ന പോലെ പുള്ളി കിരീടമൊക്കെ വെച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അങ്ങനെ ഓരോരുത്തരെയും ഇവരോടൊപ്പം നിൽക്കുന്ന ഓരോ വ്യക്തികളെയും ചിലവരേനെ സ്വർണ്ണ കസവുള്ള ഒരു ഷോള് ധരിപ്പിച്ചിട്ടുണ്ട്. പേരൊന്നും ഞാൻ പറയണില്ല, ഞാൻ കണ്ട ആൾക്കാരെ. അവർക്ക് സ്വർണ്ണ ഷോള് ധരിപ്പിച്ചു, ഇദ്ദേഹത്തിന് കിരീടം വെച്ചു കൊടുത്തു, വേറൊരു വ്യക്തിയുടെ കയ്യിൽ ഒരു സ്വർണ്ണ ചൂല് വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇവരുടെ ടീമിലുള്ള കുറേ പേർക്ക് കുറേ കാര്യങ്ങൾ കർത്താവ് കൊടുക്കുന്നുണ്ട്. ഇനി ഇന്നത്തെ ഈ ധ്യാനത്തിൽ ഞാൻ ഇവിടെ വന്ന് ഈ ഹോള് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ തോന്നി. കാരണം ആകെ ടൈറ്റാണ് നമ്മള്, പക്ഷെ ചൂട് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഇന്നലെ മാതാവ് എന്താ പറയാ, ആ കൂടിനകത്തിരിക്കുന്ന മാതാവ് ഇറങ്ങി വന്നിട്ട് എന്നോട് പറഞ്ഞു, നീ എന്തിനാ അസ്വസ്ഥപ്പെടണ്ട, ഇതൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി. എൻ്റെ മക്കളെയൊക്കെ കൊണ്ടുവന്നിട്ട് അവര് വീട്ടിൽ നിന്ന് വരുമ്പോഴേ ചോദിക്കുന്നുണ്ട്, ചൂടുണ്ടാവോ അമ്മാമേ ഇങ്ങനെ പറഞ്ഞോണ്ടാ വരണേ. പക്ഷെ ഞാൻ പറഞ്ഞു, ഇല്ല, അവിടെ ഒരു പൂങ്കാവനമാണ്, അവിടെ ഏതെന്തോട്ടം പോലെയാണ്, നിറയെ മരമുണ്ട്, മാങ്ങയുണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇവരെ ഇവിടെ എത്തിച്ചത്. അപ്പൊ ഇവിടെ വന്ന് ഇന്നലെ അങ്ങനെ ഒത്തിരി പോയി. പക്ഷെ ഇന്ന് രാവിലെ കണ്ട കാഴ്ച എനിക്ക് സഹിക്കാൻ പറ്റണില്ല. ഈ ബ്രദർ ഇവിടെ കയറി വന്നതെന്ന് ആരാധന തുടങ്ങി, നമുക്ക് വചന ശുശ്രൂഷ തുടങ്ങാനായിട്ട് നിന്നപ്പോ ബ്രദർ ഇങ്ങനെ കുറച്ച് തുടങ്ങുമ്പോ അങ്ങോട്ട് ഒരു ഫ്ലോ വരാത്ത പോലെ എനിക്ക് തോന്നി. അപ്പൊ എന്നോട് പറഞ്ഞു, നീ വേഗം പ്രാർത്ഥിക്ക്, ആ വ്യക്തിയുടെ കാല് തൊട്ട് ശിരസ് വരെ പ്രകാശം നിറയാൻ നീ പ്രാർത്ഥിക്കുന്നു പറഞ്ഞു. ഞാൻ അവിടെ കിടന്നോണ്ട് അങ്ങ് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഇച്ചിരി കഴിഞ്ഞപ്പോ ഞാൻ കാണുവാണ് പരിശുദ്ധ അമ്മ ആ കൂട്ടീന്ന് ഇറങ്ങി വന്ന് നിന്ന് കയ്യിലിരുന്ന ഉണ്ണീനായി ഈ ഡെസ്കിന്റെ ഈ പീഠത്തിൽ IMS മാതാവ് ഈ ബലിപീഠത്തിൽ ഉണ്ണീനെ അവിടെ വെച്ചു. കയ്യിലിരുന്ന വടി പുള്ളിയുടെ കയ്യിൽ കൊടുത്തിട്ട് ഇവിടെ ഇരിക്കുന്നു പറയാ. എന്നിട്ട് മാതാവ് ബ്രദറിന്റെ അടുത്ത് ഇങ്ങനെ വന്ന് നിന്നിട്ട് മാതാവ് ചെയ്തൊരു കാര്യം കേൾക്കണോ? ഈ ബ്രദറിനെ ഇങ്ങനെ കോരിയെടുത്ത് തോളിൽ അങ്ങ് ഇട്ടു. തോളിലിട്ടിട്ട് ഒരു കൈയോണ്ട് ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഈ കൈയോണ്ട് ഈ പുള്ളിയുടെ കയ്യിലുള്ള ഈ മൈക്ക് അമ്മ മേടിച്ചു പിടിച്ചു നിന്നു. ആ ശുശ്രൂഷ കഴിയുന്നത് വരെ പരിശുദ്ധ അമ്മയാണ് ഇന്നത്തെ വചന ശുശ്രൂഷ മുഴുവനായി നയിച്ചത്. ഹല്ലേലൂയ.
എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ല. ഈ പുള്ളീനെ അങ്ങ് എന്താ പറയാ, ഒരു തുണി ഇടുന്ന പോലെ ഇങ്ങനെ അങ്ങ് ഇട്ടു തോളില് ഈ പുള്ളിക്കാരനെ. എന്നിട്ട് മാതാവാണ് ആ ശുശ്രൂഷ മുഴുവനും നയിച്ചത്. ഈ ശുശ്രൂഷ ഇന്ന് ഇവിടെ നടന്നപ്പോ, ഇന്ന് നമ്മുടെ ഈ ഗ്രൂപ്പിൽ നടന്നും കൂടെ നിങ്ങൾക്ക് അറിയണ്ടേ. ഈ ഗ്രൂപ്പിൽ നടന്ന് ഇങ്ങനെ ഒത്തിരി നേരം ഞാൻ വീണ് കിടന്നു. ആ സമയത്ത് ഞാൻ കാണുകയാണ് 5 പാസ്പോർട്ട് കാണിച്ചു തന്നു എനിക്ക്. 5 പാസ്പോർട്ട് കാണിച്ചു തന്നപ്പോ ഞാൻ ചോദിച്ചു, ഇതെന്താ ഇനി എന്നെ പുറത്തേക്ക് വിടുകയാണോ? എനിക്ക് ഇഷ്ടമില്ല, ഞാൻ ഇനി ഇവിടെ എവിടെയെങ്കിലും കൂടാൻ പോവുക എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, നിന്റെ ഒന്നും അല്ല, ഈ ഗ്രൂപ്പിൽ 5 പേരുടെ വിസ തടസ്സം, പുറത്തുള്ള ജോലിയുടെ ബുദ്ധിമുട്ടുകള് കർത്താവ് മാറ്റുന്നുണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പം ഞാൻ കാണുകയാണ് ഈ ടേബിളിൽ, അതായത് ഈ ബലിപീഠത്തില് ഒരു കുഞ്ഞു കൊച്ച്, അതായത് പ്രസവിച്ചു വീണ ഒരു കുഞ്ഞു റോസ് ഉടുപ്പ് ധരിച്ച് അതിങ്ങനെ കിടന്ന് ഉരുള് അതിനകത്ത് കിടന്ന്. ഞാൻ ചെയ്യൂ, ഇപ്പൊ വീഴുമല്ലോ, ഇതെന്താ മാധവേ? അപ്പൊ അമ്മ പറഞ്ഞു, ഞാൻ ഇവിടെ ഒരു ദമ്പതികൾക്ക് കുഞ്ഞിനെ കൊടുത്ത് അനുഗ്രഹിക്കുന്നുണ്ട്, അവരുടെ തടസ്സം ഞാൻ മാറ്റുന്നുണ്ടെന്ന്. അത് കഴിഞ്ഞപ്പോ ഞാൻ വീണ്ടും കാണുകയാണ് ഇവിടെ കുറേ വെള്ളം, ഭയങ്കരമായ വെള്ളം. ആ വെള്ളത്തില് ഈ ഓരോ വ്യക്തികളെയും എടുത്ത് ഇങ്ങനെ കഴുകുക. അപ്പൊ ചിലവരുടെ ശരീരത്തിൽ നിന്ന് കറുത്ത വെള്ളം പോകുന്നുണ്ട്, ചിലരുടെ ശരീരത്തിൽ നിന്ന് ചുമന്ന വെള്ളം ഒഴുകി പോകുന്നുണ്ട്, ചിലവരുടെ ശരീരത്തിൽ നിന്ന് ലൈറ്റ് മഞ്ഞ കളറുള്ള വെള്ളം പോകുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത് എന്താണ് അമ്മേ? അപ്പൊ എന്നോട് പറയാണ്, ഈ കറുത്ത ജലം മുഴുവനും ഇവരുടെ ഉള്ളിലുള്ള മലിനമാണ്, അതായത് അശുദ്ധി, വളരെയധികം വെറുപ്പ്, വിദ്വേഷം, അങ്ങനെയുള്ള അശുദ്ധിയുടെ ജലം ഞാൻ ഈ വെള്ളം കൊണ്ട് കഴുകി കളയാം. അപ്പൊ ഞാൻ ചോദിച്ചു, ചുമപ്പ് എന്താ? അപ്പൊ പറയണ, സഹനത്തിന്റെ തീച്ചൂളയിൽ വെന്തുരുകുന്ന ഒത്തിരി മക്കൾ ഈ ഗ്രൂപ്പിലുണ്ട്, അവരുടെ സഹനമാണ് ഞാൻ ഈ കഴുകി കളഞ്ഞുകൊണ്ടിരിക്കണേ, അവർക്ക് ഞാൻ പ്രത്യാശ കൊടുക്കുന്നതാണ് ഈ മഞ്ഞ നിറത്തിലുള്ള വെള്ളം എന്ന്. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഈ ഗ്രൂപ്പില് ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒത്തിരി ഇനിയും പറയാണ്ട്, ഞാൻ ചുരുക്കി പറയുക, കാരണം ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഒത്തിരി നല്ല ധ്യാനമാണിത്. ഞാൻ ഒത്തിരി ധ്യാനങ്ങൾ കൂടിയിട്ടുണ്ട്, ഒരുപാട് ധ്യാനങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ കൂടിയിട്ടുള്ള ആളാണ്. എങ്കിലും അതുപോലെ ഇന്നലെ രാവിലെ ഞാനിങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബ്രദർ പറഞ്ഞപ്പോഴത്തേനും ഞാൻ അങ്ങ് തെറിച്ചു വീണ് കഴിഞ്ഞപ്പം ഞാൻ അവിടെ കിടന്നുകൊണ്ട് ഒരു പ്രകാശം വന്ന് എന്നെ അങ്ങ് അടിച്ചു വീഴ്ത്തി. അത് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോ എന്റെ കയ്യിൽ വലിയൊരു കീ കൊണ്ടു തന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ കയ്യിൽ ഒരു ചാവി തന്നെന്ന്. അപ്പൊ ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല ഈ ഗ്രൂപ്പിന് ഒരു കൗൺസിലിംഗ് കൊടുക്കേണ്ടി വരുമെന്ന്. അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ബ്രദർ പറയണത്, ഞാൻ കൗൺസിലിങ്ങിന് എന്നെ വിളിച്ചു വിട്ടു. അങ്ങനെ ആ കൗൺസിലിംഗ് നല്ല രീതിയിൽ നടന്നു. ഈ ധ്യാനം കൂടിയിട്ട് എനിക്ക് കിട്ടിയ 1-2 അനുഭവം എനിക്ക് പേഴ്സണലായിട്ട്, ഞാൻ ഒത്തിരി ശുശ്രൂഷ ചെയ്യുന്ന ഒരാളാണ്, പക്ഷെ കൗൺസിലിംഗ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ ഇവരുടെ ഈ ധ്യാനം, ഈ ടീമിന്റെ ഈ ധ്യാനം കൂടിയിട്ട് ഞാൻ പോയി കൗൺസിലിംഗ് ചെയ്യാൻ തുടങ്ങിയപ്പോ അന്നു മുതൽ ഈ ബ്രദർ കൈ കൊണ്ട് വരുമ്പോഴത്തേന് ഞാൻ അങ്ങ് വീഴണുണ്ടായി. എനിക്ക് പേടിയായിരുന്നു അത്. പക്ഷെ പിന്നീട് അത് അഭിഷേകത്തിലേക്ക് പോയപ്പോൾ എനിക്ക് മനസ്സിലായി അതൊരു പുതിയ കൃപയാണ്. അതുപോലെ തന്നെ എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വരുന്നവരുടെ അടുത്ത് ഞാനിങ്ങനെ തലയിൽ കൈ വെക്കുമ്പോഴത്തേന് അവരങ്ങ് മറിഞ്ഞു പോവുക. എനിക്ക് ആദ്യത്തെ ദിവസമൊക്കെ ഭയങ്കര ഭയമായി. അതൊരു പുതിയ കൃപയായിരുന്നു. ഞാൻ ഇവരെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. അപ്പൊ ബ്രദർ പറഞ്ഞു, കുഴപ്പമില്ല, ചേച്ചിക്ക് ഭയങ്കര കൃപ തന്നിരിക്കുക, പ്രാർത്ഥിച്ചു. അതിലൊരു എടുത്തു പറയാവുന്ന ഒരു അനുഭവം, ഞാൻ ഏൽഹോഹയിൽ ധ്യാനിക്കാൻ കൗൺസിലിങ്ങിന് പോണതാ. അവിടെ കൗൺസിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയും കൊണ്ട് ഒരു അമ്മ വന്നു. ആ അമ്മ വന്ന് എൻ്റെ അടുത്തിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ എന്തിനു വേണ്ടിയേ പ്രാർത്ഥിക്കണ്ടേ? പഠിക്കണം, പരീക്ഷയാണ് വരുന്നത്, ഭയങ്കര മടിയാവനെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇല്ല, അവൻ മിടുക്കനാണ്, നമുക്ക് പ്രാർത്ഥിക്കാം. ഞാനിങ്ങനെ കൈ വെച്ചതേ കുഞ്ഞ് മറിഞ്ഞു വീണു. കുഞ്ഞ് ഉറങ്ങാൻ തുടങ്ങി, കൂർക്കം വലിച്ച് ഉറങ്ങാൻ തുടങ്ങി. എനിക്ക് പേടിയായി. കുഞ്ഞ് എന്ത് ചെയ്ത് എഴുന്നേൽക്കുന്നില്ല. അരമണിക്കൂർ കഴിഞ്ഞ് അടുത്ത ആൾക്കാരെ കൗൺസിലിങ്ങിന് പറഞ്ഞു വിടുന്ന വ്യക്തി വന്ന് വാതിൽ തുറന്നു നോക്കിയപ്പോൾ ഞാൻ അങ്ങനെ നിൽക്കുക, എന്താ ഞാൻ ചെയ്യണ്ടേ? അപ്പൊ ഞാൻ ഈ പയ്യനോട് പറഞ്ഞു, മോനെ, ഈ കൊച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെ മയങ്ങിപ്പോയതാ. അപ്പോൾ പറഞ്ഞു, ചേച്ചി പിടിക്ക്, നമുക്ക് അപ്പുറത്ത് മുറിയിലേക്ക് ഇരുത്താം, എന്നിട്ട് അടുത്ത ആളെ കാണും. ഞാൻ പറഞ്ഞു, മോനെ, അവൻ നടക്കാൻ പോയിട്ട് ഒന്നും പറ്റില്ല നമുക്ക്. അങ്ങനെ ഞങ്ങൾ അവനെ കസേരയിൽ എടുത്ത് അടുത്ത റൂമിൽ കട്ടിൽ കൊണ്ടുപോയി കിടത്തി അമ്മേനെയും മോനെയും അവിടെ ഇരുത്തി. എന്നിട്ട് ഞാൻ പറഞ്ഞു, കണ്ണു തുറന്നാൽ എന്നെ കണ്ടിട്ട് പോകാവൂ. എന്താ പറ്റിയെന്നറിയില്ലോ, 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോ ആ കുട്ടി എഴുന്നേറ്റു. അമ്മയ്ക്കും പേടിയായി. പക്ഷെ ഞാൻ കുറച്ച് അന്നാവെള്ളമൊക്കെ മുഖത്ത് തെളിച്ചു കൊടുത്തിട്ട് ഞാൻ അടുത്ത ആളെ കൗൺസിലിങ്ങിന് ഇരുന്നു. പക്ഷെ അരമണിക്കൂർ കഴിഞ്ഞപ്പോ ഈ കുട്ടി എഴുന്നേറ്റിരുന്ന് പൊട്ടിച്ചിരിക്കുക. അങ്ങനെ ചിരിച്ച് ഞാൻ എൻ്റെ അടുത്ത് വന്ന ആളെ വിട്ടിട്ട് ഇവരെന്തായി എന്നറിയാൻ ഓടി ചെന്നപ്പോ അമ്മയും മോനും കൂടി ഇരുന്ന് കുടുകുടാന്ന് ചിരിക്കുന്നു. ഞാൻ ചോദിച്ചു, എന്താ ചിരിച്ചത്? ചേച്ചിക്ക് അറിയാമോ, എൻ്റെ മോൻ പറയാണ്, അവന്റെ മേലിൽ നിന്ന് അലസതയുടെ ദുരാത്മാവ് വിട്ടുപോയിന്ന്.
ആ കുഞ്ഞിനോട് ഒരു ഇരുട്ട് പോലത്തെ ഒരു മനുഷ്യൻ എഴുന്നേറ്റിരുന്നിട്ട് പറഞ്ഞു എന്ന്, ഞാൻ അലസതയുടെ ദുരാത്മാവാണ്, നിന്റെ കൂടെ ഇനി എനിക്കിരിക്കാൻ പറ്റില്ല, ഞാൻ പോകുകയാണെന്നും പറഞ്ഞുകൊണ്ട് കുഞ്ഞിന്റെ മേലിൽ അത് അങ്ങ് പോയിന്ന്. അതെന്നെ സംബന്ധിച്ച് വലിയൊരു അനുഭവമായിരുന്നു. അതുപോലെ ഒത്തിരി വലിയ കാര്യങ്ങൾ. ഈ കഴിഞ്ഞ ദിവസം ഷുഗർ വന്ന് ഒരു ഭാഗത്ത് സ്ട്രോക്ക് വന്ന് 2 കണ്ണും നഷ്ടപ്പെട്ടു പോയി. കണ്ണിന് കാഴ്ച കിട്ടില്ല എന്ന് പറഞ്ഞു. തിങ്കളാഴ്ച പോട്ട ആശ്രമത്തിലാണ് ഞാനുള്ളത്. അവിടെ ഒരു ഗ്രൂപ്പിന്റെ ലീഡറാണ്. അവിടെ ആ ഗ്രൂപ്പിലുള്ള ഒരു അമ്മച്ചി, എനിക്കിതൊന്നും അറിയില്ല. ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഗ്രൂപ്പ് നയിച്ചുകൊണ്ട് ഞങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവ് എന്നോട് പറഞ്ഞു, ഞാൻ ഒരു വ്യക്തിയുടെ കണ്ണുകളെ സുഖപ്പെടുത്തുകയാണ്. അങ്ങനെ ഒരു മെസ്സേജ് വന്നപ്പോൾ ഞാൻ അത് പറഞ്ഞില്ല, ആരോടും പറഞ്ഞില്ല. പക്ഷെ 2ാമത്തെ രഹസ്യം കഴിഞ്ഞ് വീണ്ടും സ്തുതിക്കാൻ തുടങ്ങിയപ്പോ എന്റെ കണ്ണിൽ കൂടെ ഇങ്ങനെ ഐസ് കട്ട ഇങ്ങനെ ഒഴുകി ഇറങ്ങാൻ തുടങ്ങി ഈ വലതു ഭാഗത്ത്. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് ഈ ഗ്രൂപ്പിനോട് പറയണം. അങ്ങനെ ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞു, കർത്താവ് ആരുടെയോ ഒരു വ്യക്തിയുടെ വലത് കണ്ണിന് കാഴ്ച കൊടുത്ത് അനുഗ്രഹിക്കുന്നുണ്ട്. പെട്ടെന്ന് ഈ അമ്മച്ചി ഓടി കയറി എന്നെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. ചേച്ചി, എന്റെ മോനെ ഇന്ന് പോയേക്കാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവര് അങ്കമാലി സ്പെഷ്യൽ ഡോക്ടറെ കാണാൻ പോയിക്കുക. 4 മണി കഴിഞ്ഞ് ഞാൻ 5 മണിക്ക് വീട്ടിൽ ചെന്നപ്പോ ആ അമ്മച്ചി വീണ്ടും എന്നെ വിളിച്ച് കരയുന്നു. ഞാൻ എന്ത് പറ്റി? അപ്പൊ അവര് പറഞ്ഞു, ലീഡറേ, എന്റെ മോന്റെ കണ്ണിന് കാഴ്ച കിട്ടി, ഒരു കണ്ണ് തെളിഞ്ഞിട്ടുണ്ട്, എന്റെ മോൻ ഒരു കണ്ണിന് കാഴ്ച കിട്ടിയിട്ടുണ്ടെന്ന്. അതൊരു വലിയ അനുഭവമാണ്. അതുപോലെ തന്നെ 5 പേർക്ക് കർത്താവ് കുഞ്ഞുങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കുന്നു എന്ന് ഈ 3 മാസത്തെ ധ്യാനത്തിന് ശേഷം എന്നിൽ പ്രത്യക്ഷമായ രീതിയിൽ അടയാളത്തോടു കൂടി കർത്താവ് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം ഈ ഒരു അഭിഷേക ധ്യാനം കൂടിയപ്പം, അതായത് സ്വർഗീയ അഭിഷേകം എന്ന് നമ്മൾ പറയുമ്പോൾ ഈ ധ്യാനം ശരിക്കും സ്വർഗം താണിറങ്ങി വന്നു നിന്ന് സ്വർഗം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. കാരണം ഞാൻ അന്ന് ആ രാജാതിരാജനെ കണ്ടു. അതോടൊപ്പം അടുത്ത സ്തുതിപ്പിന്റെ സമയത്ത് ഞാൻ കാണുക, ആ സ്തുതിക്കുന്ന ഈ ടെറസിന് മേൽക്കൂരയില്ല. മേൽക്കൂരയില്ലാതെ നിറയെ വെട്ടവും വെളിച്ചവും നക്ഷത്രങ്ങളും മേഘങ്ങളും കുഞ്ഞു കുഞ്ഞു മാലാഖമാരിങ്ങനെ പറന്ന് നടക്കുന്നത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ ധ്യാനത്തിന് കണ്ടതാണ്. അത്രയും വലിയൊരു ധ്യാനത്തിലും അത്രയും വലിയൊരു കൃപ ഒഴുകുന്ന ഒരു ധ്യാനത്തിലാണ് നാം ഓരോരുത്തരും ഇവിടെ ആയിരിക്കുക. അപ്പൊ നമുക്ക് ഇതൊക്കെ സ്വന്തമാക്കാനായിട്ട് നമ്മൾ തീവ്രമായി ആഗ്രഹിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഇതൊക്കെ കിട്ടുകയുള്ളൂ. ഞാനിതൊന്നും പറയണമെന്ന് ചിന്തിച്ചതല്ല, എന്നാലും പറയണമെന്ന് ആഗ്രഹം ഉണ്ടായി. ഞാൻ പലയിടത്തും എനിക്ക് കിട്ടിയൊരു ദൈവാനുഭവമാണ് ഇന്നലെ ഷെയർ ചെയ്തത്. പക്ഷെ ഈ ടീമിൽ വന്ന് ഞാൻ ധ്യാനം കൂടിയപ്പം എനിക്ക് എന്താ കിട്ടിയതെന്ന് ഞാനൊന്ന് പറയണ്ടേ. അപ്പൊ എനിക്ക് മാത്രമല്ല, നമ്മുടെ ഈ ഗ്രൂപ്പിൽ നടക്കുന്ന ഒരുവിധം കാര്യങ്ങളൊക്കെ കർത്താവ് എനിക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ എന്താ നടക്കുന്നതും കാണിച്ചു തരുന്നു. അപ്പൊ ദൈവത്തിന് പ്രത്യേകം നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയും ഈശോയും ഇവിടെ ഇറങ്ങി നടക്കുക. ഇന്ന് രാവിലെ തൊട്ട് രാജാതിരാജനായി ഈശോ, ഉത്തിതനായി ഈശോ ഇങ്ങനെ എൻ്റെ മോള് പറഞ്ഞ പോലെ തന്നെ ഒരു തളികയില് ഇങ്ങനെ പറന്ന് നടക്കുക ഇതിൻ്റെ ഉള്ളിൽ കൂടെ. എല്ലാവരും അത് ഇന്നും നാളെയൊക്കെ ആയിട്ട് മേടിച്ചെടുത്തേക്കണം. നമ്മളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കാൻ തന്നെയാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. യേശുവേ നന്ദി, യേശുവേ. അമ്പരാൻ വലിയ അനുഗ്രഹം കൊടുത്ത ഗ്രൂപ്പിനും ഈ വ്യക്തികൾക്കും എല്ലാവർക്കും കൊടുത്ത അനുഗ്രഹത്തെ ഓർത്ത് ഒന്ന് നന്ദി പറഞ്ഞ് കരങ്ങളടിച്ച് പ്രൈസ് ദി ലോർഡ്.